നമ്മുടെ കാറിലെ എ സി പാനലിൽ പ്രധാനമായും രണ്ട് മോഡുകളാണ് ഉള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന് റീസർക്കുലേഷൻ മോഡ്, രണ്ട് ഫ്രഷ് എയർ മോഡ്. മിക്കവരും എപ്പോഴും ഉപയോഗിക്കുന്നത് റീസർക്കുലേഷൻ മോഡാണ്. ഇതിന്റെ സംവിധാനം ഇങ്ങനെയാണ്: ഇത് കാറിനുള്ളിലെ തന്നെ വായുവിനെ വീണ്ടും വീണ്ടും തണുപ്പിച്ച് നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നു. അപ്പോൾ അതിനൊരു ഗുണമുണ്ട്. ഇത് വേഗത്തിൽ നിങ്ങളുടെ കാറിനുള്ളിൽ തണുപ്പ് ലഭിക്കുവാനും നിങ്ങളുടെ ഇന്ധനക്ഷമത കൂട്ടാനും സഹായിക്കുമെങ്കിലും ഗ്ലാസുകൾ പൂർണ്ണമായും അടച്ചും മണിക്കൂറുകളോളം ഈ മോഡിൽ യാത്ര ചെയ്യുന്നത് ഒരു വലിയ അപകടമാണ് വിളിച്ചു വരുത്തുന്നത്. ഈ സെറ്റിംഗ്സിന്റെ ശാസ്ത്രീയ വശം ഒന്നറിഞ്ഞിരിക്കുന്നത് ഈ അപകടത്തിന്റെ ഗൗരവം സംബന്ധിച്ച് നിങ്ങളുടെ അറിവ് തീർച്ചയായും വർദ്ധിപ്പിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, മനുഷ്യൻ ഓക്സിജൻ ശ്വസിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു, ശരിയല്ലേ? അപ്പോൾ 2-3 പേർ അല്ലെങ്കിൽ അതിലധികം പേർ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിനുള്ളിൽ ഗ്ലാസുകൾ ഉയർത്തിയിട്ടിരിക്കുന്നു. തുടർച്ചയായി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്ന പ്രക്രിയ മൂലം ആ വാഹനത്തിനുള്ളിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വല്ലാതെ വർദ്ധിക്കും. അത് ശരിയാണല്ലോ. നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഒരു അടഞ്ഞ കാറിനുള്ളിൽ വളരെ വേഗത്തിൽ അടിഞ്ഞുകൂടുകയാണ്. പുറത്തെ അന്തരീക്ഷത്തിൽ CO2 നില ഏകദേശം 400 ppm അഥവാ പാർട്സ് പെർ മില്യൺ ആണെങ്കിൽ റീസർക്കുലേഷൻ മോഡിൽ 4 യാത്രക്കാരുള്ള ഒരു കാറിൽ വെറും 22 മിനിറ്റിനുള്ളിൽ ഇത് 6000 ppm എന്ന അപകടകരമായ നിലയിലേക്ക് എത്തും. അത് നിങ്ങളുടെ തലച്ചോറിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നോ? ഓക്സിജന്റെ നില 2500 ടെക്സ്റ്റ് ppm കടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ചിന്താശേഷിയും തീരുമാനമെടുക്കാനുള്ള കഴിവും 25% മുതൽ 50% വരെ കുറയാം. ഇത് വലിയൊരു അപകടമാണ്. ഇതിന്റെ ഫലമായി ഡ്രൈവർ അറിയാതെ തന്നെ സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന മൈക്രോ സ്ലീപ്പ് എന്ന അവസ്ഥയിലേക്ക് പോകുന്നു. വാഹനം ഓടിക്കുന്ന ആൾ അത് അറിയത്തുപോലുമില്ല. അയാൾ പോലും അറിയാതെ ചില സെക്കൻഡുകൾ മാത്രം ഉറങ്ങിപ്പോകും, വീണ്ടും ഉണർന്നിരുന്നേക്കും. കേരളത്തിലെ ഹൈവേ അപകടങ്ങളിൽ ഏകദേശം 40% ഇത്തരത്തിലുള്ള തളർച്ച മൂലമാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ ആധുനിക വാഹനങ്ങളിൽ അത്യാധുനിക സെൻസറുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഹുണ്ടായി ജെനസിസ് പോലുള്ള കാറുകളിൽ CO2 സെൻസറുകൾ വായുവിന്റെ ഗുണനിലവാരം അളക്കുകയും CO2 കൂടിയാൽ തനിയെ ഫ്രഷ് എയർ മോഡിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ ടാറ്റ, നെക്സോൺ, സഫാരി, കിയ സെൽറ്റോസ് തുടങ്ങിയ ബജറ്റ് കാറുകളിൽ പോലും ഇപ്പോൾ ഡസ്റ്റ് സെൻസറുകളുള്ള എയർ പ്യൂരിഫയറുകളും PM 2.5 ഫിൽറ്ററുകളും ഒക്കെ വരുന്നുണ്ടെങ്കിലും ഇത്തരം സംവിധാനങ്ങളില്ലാത്ത പഴയ വാഹനങ്ങളിൽ നമ്മൾ നേരിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത യാത്ര സുരക്ഷിതമാക്കാൻ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതൊരു 30 മിനിറ്റ് റൂൾ എന്ന് പറയാം. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും 5 മിനിറ്റ് നേരത്തേക്ക് AC ഫ്രഷ് എയർ മോഡിലേക്ക് മാറ്റുക. യാത്ര തുടങ്ങുമ്പോൾ, അതായത് വെയിലത്ത് പാർക്ക് ചെയ്ത വണ്ടിയിൽ കയറി ഉടനെ AC ഇടാതെ അല്പനേരം ജനലുകളൊക്കെ ഒന്ന് താഴ്ത്തിയിട്ട് അതിനുള്ളിലെ ചൂടുവായു പുറത്തു പോയ ശേഷം മാത്രം യാത്ര തുടങ്ങുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണകരമാകും. ഇനി ക്യാബിൻ ഫിൽറ്റർ എന്നൊരു സംഭവമുണ്ട്. അത് ഫിൽറ്റർ പരിശോധിക്കണം. വായു സഞ്ചാരം കുറയുന്നത് തടയാൻ ഓരോ 10000 അല്ലെങ്കിൽ 15000 മൈൽ കൂടുമ്പോഴും ക്യാബിൻ എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയേക്കണം. മഴക്കാലമാണെങ്കിൽ ഈർപ്പം മൂലം ഗ്ലാസ് മങ്ങുന്നത് ഒഴിവാകാൻ മഴയുള്ളപ്പോൾ റീസർക്കുലേഷൻ മോഡ് ഓഫ് ചെയ്തേക്കണം. കഠിനമായ ഉറക്കം തോന്നിയാൽ വണ്ടി ഒതുക്കി നിർത്തി 20 മിനിറ്റ് വിശ്രമിച്ച ശേഷം മാത്രമേ യാത്ര തുടരാവൂ. റോഡ് സുരക്ഷ എന്നത് കേവലം സീറ്റ് ബെൽറ്റിലും വേഗതയിലും മാത്രമല്ല, നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെ ഗുണനിലവാരത്തിലും കൂടിയാണ്. അടുത്ത തവണ വണ്ടി ഓടിക്കുമ്പോൾ ഈ റീസർക്കുലേഷൻ ബട്ടണിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റ് ബന്ധുക്കൾക്കുമായി ഒന്ന് പങ്കുവയ്ക്കുക.